പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് തന്ന സന്ദർഭത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തൻ്റെ രക്തത്താൽ നമ്മെ കഴുകുകയും തൻ്റെ ആത്മാവിനാൽ നമ്മെ മുദ്രവയ്ക്കുകയും ചെയ്ത യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ശുശ്രൂഷയിലേക്ക് വരാം. സ്തോത്രം. എല്ലാവരും ഹൃദയങ്ങളെ ശാന്തമാക്കുക. ജീവിതത്തിലെ സംഭവങ്ങൾ പലപ്പോഴും നമ്മെ പിടിച്ചുലയ്ക്കും. ആ സംഭവങ്ങൾ നമ്മളെ പിടിച്ചുലയ്ക്കുമ്പോൾ, ഒരു മരത്തെ പിടിച്ചു കൊലുക്കുമ്പോൾ പഴുത്തുപോയതും കേടുള്ളതുമായ ഫലങ്ങൾ വീണുപോകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആകസ്മികമായി സംഭവിക്കുകയാണെങ്കിൽ നമ്മിൽ നിന്ന് ചിലത് മാറിപ്പോകാനുണ്ട്. ദൈവത്തിന് കൊള്ളരുതാത്തവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിപ്പോകേണ്ടത് തീർച്ചയായും ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവിൽ ശാന്തരാകുക. ഹൃദയം ദൈവത്തിലേക്ക് ഏകാഗ്രമാക്കുക. ദൈവവചനത്തിനായി ദാഹിക്കുക. സ്തോത്രം. പിതാവേ, ഞങ്ങളങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള സകല നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഒന്നാമതായി അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് തന്ന് നീ ഞങ്ങളെ വീണ്ടെടുത്തു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്ന് നിൻ്റെ മക്കളാക്കി മാറ്റി. കർത്താവ്, നിൻ്റെ നാമം അണിയുവാൻ തക്കോണം, കർത്താവ് അവിടുത്തെ മഹത്വം അണിയുവാൻ തക്കോണം ഞങ്ങൾക്ക് കൃപ തന്നു, ഒരു അവസരം തന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ വാഴ്ത്തുന്നു. പിതാവെ, അല്പസമയം കൂടി അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങളുടെ കുറവുകളിലേക്ക്, ഞങ്ങളായിരിക്കേണ്ട അവസ്ഥകളിലേക്ക് ഞങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റി എടുക്കട്ടെ. ഞങ്ങളുടെ കുറവുകളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എങ്ങനെ ആയിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ ആ ഒരു അളവിലേക്ക്, ആ ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങളെ മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മാത്രമേ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണം. അവിടുത്തെ കൃപയാൽ കർത്താവ് ക്രൂശിൻ്റെ മറവിൽ അടിയനെ നിർത്തണം. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തൊന്നും സംസാരിപ്പാൻ അടിയന് വായി തുറക്കുവാൻ സമ്മതിക്കരുതേ. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടണം. ഞാനോ കുറയണം, അവനോ വളരണം എന്നുള്ളൊരു മനോഭാവത്തോടെ നിൽക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. നമുക്ക് വായിക്കേണ്ടത് മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 14, 15, 16 വാക്യങ്ങൾ. മത്തായി 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞ്? ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. വെളിച്ചം കർത്താവിൽ നിന്നാണ് വരുന്നത്. സകല നന്മകളും ദൈവമായ കർത്താവിൽ നിന്നാണ് വരുന്നത്. ലോകമല്ല നമുക്ക് വെളിച്ചം തന്നത്, കർത്താവാണ് നമുക്ക് വെളിച്ചം തന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. അപ്പൊ ലോകമല്ല തന്നത്. ഇത് ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ തന്ന ദിവ്യ വെളിച്ചമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു തന്നെ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നതിനൊന്നും ഇരുട്ടിലാകാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കർത്താവാണ് നമ്മോട് പറഞ്ഞത്, നിങ്ങൾ, ഇത് ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, ഗിരിപ്രഭാഷണം മധ്യയാണ് പറഞ്ഞതെങ്കിലും ഇന്ന് സംസാരിക്കുന്നത് നമ്മോടാണ്. എന്താണ്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ നമ്മെ തിരഞ്ഞെടുത്ത വിളക്കുകളാണ് നാം എന്ന് വിശ്വസിക്കുന്നുണ്ടോ?
ലോകത്തിന് പ്രകാശം കൊടുക്കുവാൻ ദൈവമായ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വിളക്കുകളാണ് നാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ലോകത്തെ ഭൂമിയെ വെളിച്ചം ചെയ്യും. വെളിച്ചം അത് ഇപ്പം നമ്മൾ ഇന്ന് പകൽ വെളിച്ചം കാണുന്നുണ്ട്. അത് നമ്മൾ കൃത്രിമ വെളിച്ചമല്ല, അത് സൂര്യൻ പ്രകാശിക്കുന്നത് കൊണ്ട്, ഈ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നതാ. ഒരു ഇരുട്ടുമുറിയിലാണെങ്കിൽ നമ്മളൊരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രകാശിക്കും. അപ്പോൾ നമ്മൾ അത് കൃത്രിമമായി ഉണ്ടാക്കിയ അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ വെളിച്ചമാണ് അത്. എന്നാൽ ദൈവമായ കർത്താവ് ഈ ഭൂമിയെ, ഭൂതലത്തെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം വെളിച്ചങ്ങൾ ഉണ്ടാക്കി എന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങളൊന്ന് വായിച്ചു. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. 2 വലിയ വെളിച്ചങ്ങളെയും ദൈവം ഉണ്ടാക്കി. മാത്രമല്ല നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. കേട്ടോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂതലത്തിലേക്ക് വെളിച്ചം പകരുന്ന ദൈവമുണ്ടാക്കിയ ഗോളങ്ങളാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെ ഈ ഭൂതലത്തെ പ്രകാശിപ്പിക്കുമ്പോൾ പ്രകാശം മാത്രമല്ല സൂര്യനിൽ നിന്ന് ലഭിക്കുന്നത്, സൂര്യനിൽ നിന്ന് പ്രകാശം മാത്രമല്ല ലഭിക്കുന്നത്, എന്തും കൂടി ലഭിക്കുന്നുണ്ട്? ചൂട് ലഭിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്ന് നമുക്ക് ഊർജം ലഭിക്കുന്നുണ്ട്. അപ്പൊ സൂര്യപ്രകാശം ഈ ഭൂമിയിലേക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇങ്ങനെ പതിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വെളിച്ചം മാത്രമല്ല, ചൂട് മാത്രമല്ല, സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജവും കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് പകൽ വാഴേണ്ടതെന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങൾക്കും വെളിച്ചവും ചൂടും ഊർജവും കൊടുക്കേണ്ടതിന് ദൈവം വലിയ ഗോളങ്ങളിൽ ഒന്നായ സൂര്യനെ ആദിമ കാലത്ത് തന്നെ, അതായത് ഭൂമിയുടെ സൃഷ്ടിയുടെ നാളിൽ തന്നെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ഭൂതലത്തെ പ്രകാശിപ്പിക്കാൻ. ഭൂതലത്തെ പ്രകാശിപ്പിക്കുമ്പോഴല്ലേ നമുക്കും കാണാൻ പറ്റുള്ളൂ. ഓരോ ജീവജാലങ്ങളും അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം നമുക്കില്ലേ? സൂര്യനിൽ നിന്ന് ചൂട് കൂടുമ്പോൾ നമുക്ക് അയ്യോ ഭയങ്കര ഉഷ്ണം എന്നൊക്കെ പറയും. എങ്കിലും നല്ല മഞ്ഞുകാലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, മഴക്കാലത്തൊക്കെ മഞ്ഞുകാലത്തായാലും പൂച്ചക്കുട്ടികളൊക്കെ എന്ത് ചെയ്യും? തണുത്ത് പറിച്ചിരിക്കും. മിക്കപ്പോഴും നമ്മൾ വിറക് അടുപ്പിനടുത്തുള്ള സ്ഥലങ്ങളിലാണ് അവർക്ക് ഇരിക്കാൻ ഇഷ്ടം, കാരണം ചൂട് കിട്ടും. അതുമല്ലെങ്കിൽ അവ നേരം വെളുത്ത് കഴിഞ്ഞ് ഇത്തിരി സൂര്യപ്രകാശം കിട്ടിയാൽ അവരെവിടെ പോയിരിക്കും? സൂര്യൻ്റെ വെളിച്ചത്തിൽ ആ വെയിലത്ത് പോയി അവരിയ്ക്കും. അതുകൊണ്ട് അവയ്ക്ക് അറിയാം അതിൽ നിന്ന് അവർക്ക് ഊർജം കിട്ടുന്നുണ്ട്, അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ചൂട് കിട്ടുന്നുണ്ടെന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു പൂച്ചക്കുട്ടിക്ക് പോലും അറിയാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തന്നെയാണ് നമുക്കും പകൽ വാഴേണ്ടതിന് സൂര്യനെയും രാത്രി വാഴേണ്ടതിന് ചന്ദ്രനെയും. രാത്രി വാഴേണ്ടതിനെന്ന് പറഞ്ഞാൽ നല്ല പകൽ പോലെ വെളിച്ചം കിട്ടില്ലെങ്കിലും നേരിയൊരു നിലാവെളിച്ചത്തിൽ പല കാര്യങ്ങളും നമുക്ക് സാധിക്കൂലേ? പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അമാവാസി വരുമ്പോൾ, അതായത് കറുത്ത വാവ് വരുമ്പോൾ വെളിച്ചം തീരെ ഉണ്ടാവില്ല. വെളുത്ത വാവ് വരുമ്പോഴോ, അല്ലെങ്കിൽ ആ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷമാകുമ്പോൾ കൂടുതൽ വെളിച്ചം നമുക്ക് തരും. മനസ്സിലായോ? അപ്പോൾ രാത്രി വാഴേണ്ടതിന് ചന്ദ്രനെയും പകൽ വാഴേണ്ടതിന് സൂര്യനെയും എന്നീ 2 വെളിച്ചങ്ങളെ മാത്രമല്ല നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. ഭൂമിയെ പ്രകാശിപ്പിക്കേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. പകൽ വാഴേണ്ടതിന് രാത്രി വാഴേണ്ടതിന്, അത് മനസ്സിലിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇവിടെ വന്നപ്പോൾ അന്വേഷിച്ച് എവിടെയാ എനിക്ക് വാക്യം എനിക്ക് കിട്ടുന്നില്ല, എവിടെയാണ്. ഇനി ഇങ്ങനെ ഒരു വാക്യം ഞാൻ വായിച്ചതായിട്ട് ഓർമ്മിക്കുന്നു. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ കയ്യിലെ ദീപം. ആ വാക്ക് വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ കയ്യിലെ ദീപം എന്നാണ്. എവിടെ ഞാൻ രേഖപ്പെടുത്തിയില്ല, എനിക്ക് പെട്ടെന്ന് കാണുക. സദൃശവാക്യ പുസ്തകങ്ങളിലാണ് അതുള്ളത് എന്ന് തോന്നുന്നു.
ആ മനുഷ്യന്റെ ആത്മാവ്, നമ്മുടെ ആത്മാവ്, ഞാൻ പറഞ്ഞില്ലേ, ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ തിരഞ്ഞെടുത്ത വിളക്കുകളാണ് നമ്മുടെ ആത്മാവാണ് ആദ്യം പ്രകാശിക്കേണ്ടത്. വായിച്ചോട്ടെ. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. മതി. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. യഹോവയുടെ ദീപം. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രകാശിപ്പിക്കുവാനുള്ള ഒരു വെളിച്ചമാണ്, വിളക്കാണ് നമ്മുടെ ജീവിതം, അല്ലേ? അപ്പോഴാണ് എന്താകുക? നാം ലോകത്തിന്റെ വെളിച്ചമാകുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നാം ലോകത്തിന്റെ വെളിച്ചമാകുക എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത്, കർത്താവെ എന്നെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ അവൻ പ്രകാശപൂരിതമാക്കുന്നത്, നമ്മുടെ വിളക്കിനെ അവൻ കത്തിക്കുന്നത്. 18-ാമത്തെ സങ്കീർത്തനം. പതിനെട്ടാമത്തെ സങ്കീർത്തനം 28-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 18:28. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. കേട്ടോ, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമുള്ളതാക്കി മാറ്റും. അപ്പൊ നമ്മിൽ അന്ധകാരം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അന്ധകാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദീപത്തെ കത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ്, സങ്കീർത്തന പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ദാവീദ് പറയുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ മതിൽ ചാടിക്കടക്കുവാനും പാഞ്ഞുവരുന്ന പടക്കൂട്ടിന് നേരെ ചെല്ലുവാനും എനിക്ക് ധൈര്യവും ശക്തിയും ഊർജവും പകരുന്നത് ദൈവമായ കർത്താവ് എന്നെ പ്രകാശമാക്കി മാറ്റിയത് കൊണ്ടാണ്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. ഈ അന്ധകാരം, വെളിച്ചം, ഇരുള്, പകല് എന്ന് പറയുക ദൈവജനത്തിൽ പല അർത്ഥങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം. അതിൻ്റെ 1 മുതലുള്ള വായിച്ചോട്ടെ. 1-ാമത്തെ അധ്യായം 1 മുതൽ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഇരുളാണ് സ്ഥിതി ചെയ്തിരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും ഉണ്ടായിരുന്ന അവസ്ഥ ഇരുട്ടാണ്, ഇരുളാണ്. എന്നാൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. അതായത് 2-ാം വാക്യത്തിൽ നിന്ന് വായിച്ചത്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. വെള്ളമായിരുന്നു ഭൂമി മുഴുവൻ. ആ വെള്ളമായിരുന്ന ഭൂമിയെ കര സൃഷ്ടിച്ചപ്പോൾ വെള്ളം ഒരു ഭാഗത്ത് കൂടട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെള്ളം ഒരു ഭാഗത്ത് കൂടി. അങ്ങനെ ആകാശവും ഭൂമിയും രണ്ടായി തീർന്നു. ഈ രണ്ടായി തീർന്ന ഭൂമിയെ പിന്നെയും വെള്ളം കരപ്രത്യക്ഷമാകേണ്ടതിന് വെള്ളം പിന്നെയും കുറച്ച് സ്ഥലത്ത് കൂട്ടി. അങ്ങനെ സമുദ്രം, കടല്, നദി എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കും. അങ്ങനെ വെള്ളത്തെയും വെള്ളത്തിൽ നിന്ന് കരയെ വേർതിരിച്ച ദൈവം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിച്ചു.
ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിച്ചു. മനസ്സിലായോ? ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വായിക്കണ്ട, ഞാൻ പറയാം. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, പകലുള്ളപ്പോൾ പകലിൻ്റെ പ്രവൃത്തി നാം ചെയ്യേണ്ടതാകുന്നു. പകല് ഉള്ളിടത്തോളം കാലം പകലിൻ്റെ പ്രവൃത്തി നാം ചെയ്യേണ്ടതാ. പകലിനൊരു പ്രവൃത്തിയുണ്ട്. ചില പ്രവൃത്തികൾക്ക് പറയുന്ന പേരാണ് പകലിൻ്റെ പ്രവൃത്തികൾ. എന്നാൽ ഇരുളിൻ്റെ പ്രവൃത്തികളുണ്ട്. ചില പ്രവൃത്തികൾക്ക് പറയുന്ന പേരാണ് ഇരുള്. അങ്ങനെ ഇരുളിൻ്റെ പ്രവൃത്തികളുമുണ്ട്, പകലിൻ്റെ പ്രവൃത്തികളുണ്ട്. ഇവ രണ്ടും ദൈവം വേർതിരിച്ചു. ഇരുളിന്മേൽ വാഴാനാണ് വെളിച്ചത്തെ ദൈവം സൃഷ്ടിച്ചത്. ഇരുളുണ്ടോ? ഇരുളുണ്ട്. പക്ഷെ ഇരുളിനെ നീക്കാനാണ്, ഇരുളിന്മേൽ വാഴാനാണ് ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചത്. വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ എന്താ? വെളിച്ചത്തിന്റെ പ്രവൃത്തികളാണ് നമ്മുടെ ദൈവമായ കർത്താവിന്റെ പ്രവൃത്തികൾ. അന്ധകാരത്തിൽ നിന്ന് 1 പത്രോസ് 2:9 അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. സ്തോത്രം. അപ്പൊ നാം എവിടെ നിന്നാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? അന്ധകാരത്തിൽ നിന്ന്, ഇരുളിൻ്റെ പ്രവൃത്തികളിൽ നിന്ന്, മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന്, മരിക്കുവാനായി പോകുന്ന അവസരങ്ങളിൽ നിന്ന്, നിരാശയുടെ ആഴക്കയത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ അന്ധകാര ശക്തികളുടെ ആധിപത്യത്തിൽ നിന്ന് ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള അത്ഭുത നന്മകളെ ഘോഷിക്കേണ്ടതിന് വേണ്ടി അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം തിരഞ്ഞെടുത്തു. അപ്പൊ നമ്മളിൽ ഉണ്ടായിരുന്നത് എന്താ? ഇരുട്ടിൻ്റെ പ്രവൃത്തികള്, ജഡത്തിന്റെ പ്രവൃത്തികള്, അന്ധകാര ശക്തികളുടെ വാഴ്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ അറിവില്ലായ്മയിൽ അവയ്ക്ക് വിധേയപ്പെട്ട് ദൈവഹിതമല്ലാത്ത പല തെറ്റുകളും നാം ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ ലോകത്തിന്റെ പ്രകാശമാക്കി മാറ്റുവാൻ ആരെയാണ് ദൈവം തിരഞ്ഞെടുക്കുക? നീതിമാന്മാരെയാണോ ദൈവം പ്രകാശമാക്കി മാറ്റുവാൻ തിരഞ്ഞെടുക്കുക? ഇരുളിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിച്ച് ഇരുട്ടിനെ ഭരിക്കുവാൻ തക്കവണ്ണം വേർതിരിക്കപ്പെട്ട ചില, നമുക്ക് കാണാൻ സാധിക്കും. ചിലരുടെ സാക്ഷ്യം കേൾക്കാൻ കളിക്കും. ഒന്നാന്തരം കള്ളുകുടിയന്മാരായിരുന്ന, കൊലപാതകളായിരുന്നവരെ ദൈവം തൻ്റെ വെളിച്ചം അവരിലേക്ക് പകർന്ന് നന്മയുടെ പ്രകാശങ്ങളാക്കി മാറ്റിയ ചില സാക്ഷികൾ നാം കേട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നത്? ഈ ലോകത്തിന്റെ അന്ധകാരം പ്രസരിപ്പിക്കുവാൻ പിശാചിനാൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന ചില ജീവിതങ്ങളെ പ്രകാശമാക്കി മാറ്റുവാൻ ദൈവമായ കർത്താവ് അങ്ങനെയുള്ളവരെ വിളിച്ച് ഈ ലോകത്തിൽ നിർത്തി. ഈ ലോകത്തിന്റെ വിളക്കായി, ഈ ലോകത്തിന്റെ പ്രകാശമായി ദൈവമായ കർത്താവ് മാറ്റി. സാവുളാരായിരുന്നു ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചിരുന്നവനാണല്ലോ. യേശു കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തിരുന്നവനല്ലല്ലോ. പക്ഷെ സാവുളിനെ ദൈവം യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു വിളക്കായി, ഈ ലോകത്തിന് യേശു എന്ന വെളിച്ചത്തെ കാട്ടിക്കൊടുക്കുന്ന പ്രകാശമായി സാവുള് മാറി. അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് വെളിച്ചത്തിനുള്ള അവകാശികളാക്കി നമ്മെ മാറ്റി. അപ്പൊ എന്താ വെളിച്ചത്തിലുള്ള അവകാശം? വെളിച്ചത്തിലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി, നിത്യജീവൻ കൊടുക്കുന്നതിന് വേണ്ടി
ദൈവം ഈ ഭൂമിയിൽ ചിലരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കൂടെ ആ വെളിച്ചത്തിന്റെ അവകാശം പ്രാപിക്കാൻ കാത്തിരിക്കുന്നവരായ നാം എന്തും കൂടി ചെയ്യണം? ആ വെളിച്ചത്തിന്റെ മക്കളാണെന്ന് ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയോ ചെയ്യണ്ടേ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ എന്തായിത്തീരണം നാം? ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം, ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ലോകത്തിൽ ജ്യോതിസുകൾ പോലെ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രകാശിക്കാനാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ദീപത്തെ കത്തിച്ച് എൻ്റെ ആത്മാവിലേക്ക് ദൈവം പ്രകാശവും ഊർജവും പകർന്നു തന്നത്. ആ പ്രകാശം ഈ ലോകത്തിന് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ പ്രകാശിച്ചുകൊണ്ട് ദൈവത്തെ കാട്ടിക്കൊടുക്കുവാനാ. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ ആരുടെ തേജസ്? അവന്റെ തേജസ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്, പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞാൽ ഇവൻ ദൈവത്തിൽ നിന്ന് തന്നെ വന്നു എന്നുള്ളൊരു സാക്ഷ്യം ആർക്ക് ലഭിച്ചു? ആർക്ക് ലഭിച്ചു? ശിഷ്യന്മാർക്ക് ലഭിച്ചു. അതും വേണ്ട, യോഹന്നാന് ലഭിച്ചോ? യോഹന്നാന് ലഭിച്ചോ? യോഹന്നാന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യോഹന്നാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ഞങ്ങൾ കണ്ടു, സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും 5-ാമത്തെ വാക്യം വായിച്ചാൽ മതി. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവത്തിൽ എന്തില്ല? ഇരുട്ടില്ല, ഇരുളിന്റെ പ്രവർത്തികളില്ല, പാപമില്ല, പാപത്തിന്റെ പ്രവർത്തികളില്ല, പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, പ്രതികാര ചിന്തയില്ല. യേശു പാപം ചെയ്യാത്തവൻ, പാപം മറന്നോ? എബ്രായർക്ക് എഴുതിയ ലേഖനം എത്രാമത്തെ വാക്യം നോക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. എബ്രായർ 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ചെയ്തിട്ടില്ലെങ്കിലും സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. പാപകരമായ സാഹചര്യങ്ങളിലൂടെ യേശു കടന്നു പോയെങ്കിലും, ഇരുട്ടിലൂടെ സഞ്ചരിക്കേണ്ടി വന്നെങ്കിലും, ഇരുളിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി, പാപത്തെ അതിജീവിക്കുന്ന വിശുദ്ധിയുടെ വെളിച്ചവുമായി യേശു കർത്താവ് ജീവിച്ചു. ഈ വിശുദ്ധിയുടെ വെളിച്ചത്തെ, ഈ പാപമില്ലാത്ത ജീവിതത്തെ ആര് കണ്ടു? കർത്താവിൻ്റെ അപ്പസ്തോലന്മാർ കണ്ടു. പ്രത്യേകിച്ച് യോഹന്നാൻ അപ്പസ്തോലൻ കണ്ടു. അതെ, അവൻ്റെ തേജസ്, അവൻ്റെ വിശുദ്ധി, അവൻ്റെ വെളിച്ചം, അവൻ്റെ നന്മ അത് പിതാവിൽ നിന്ന് വന്നതാ. ആ പിതാവിൽ നിന്ന് വന്നതാണ് എന്ന് ഉറപ്പിക്കുകയാണ്, ആണിയടിച്ച പോലെ ഉറപ്പിക്കുകയാണ് ആര്? അപ്പസ്തോലനായ യോഹന്നാൻ.
ഇരുളിൻ്റെ മേൽ വാഴാൻ വെളിച്ചത്തിന് മാത്രമേ സാധിക്കൂ. തിന്മയുടെ മേൽ വാഴാൻ നന്മയ്ക്ക് മാത്രമേ സാധിക്കൂ. നന്മയാൽ തിന്മയെ കീഴടക്കണമെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കീഴടക്കുന്ന നന്മയാണ് ദൈവിക വെളിച്ചം, ദൈവിക പ്രവർത്തികൾ, ആത്മാവിൻ്റെ ഫലം. അതാണ് ഈ വെളിച്ചം. അത് ഇരുട്ടിന്മേലാണ് വാഴേണ്ടത്. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നിർത്തിയതുപോലെ പ്രിയപ്പെട്ടവരെ, അന്ധകാരമാകുന്ന വക്രതയും കോട്ടയുമുള്ള ഈ തലമുറയുടെ മേൽ പ്രകാശിപ്പിച്ചുകൊണ്ട് നിത്യജീവന്റെ വചനം അനുസരിച്ചുകൊണ്ട് പ്രകാശിക്കേണ്ടവരാണ് നാം. എന്നാൽ മാത്രമേ ഈ വെളിച്ചം, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഈ വെളിച്ചം തീർച്ചയായും സ്വർഗത്തിൽ നിന്ന് പകരപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വെളിച്ചം നിത്യതയിലേക്ക് ദൈവത്തിലേക്കും എത്തിക്കുമെന്നുള്ളൊരു ഉറപ്പ് കിട്ടി അനേകർ ഈ വെളിച്ചത്തിനെ അനുഗമിച്ച് നിത്യതയിലേക്ക് ചെല്ലുവാൻ തക്കമാണ് ഇവിടെ വരുന്നത്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുക. എന്താണ് ഇരുട്ട്? ഇരുട്ടെന്താണ്? മനസ്സിലായില്ലേ? ഇരുട്ട് എന്ന പാപത്തിന്റെ പ്രവൃത്തികൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ, നമ്മുടെ സ്വന്തമായ ഇഷ്ടപ്രകാരമുള്ള പ്രവൃത്തികൾ, ഇതാണ് ഇരുട്ടിന്റെ പ്രവൃത്തികൾ. തെസ്സലോനിക്ക ലേഖനം തെസ്സലോനിക്ക ലേഖനം 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 4 തൊട്ട് വായിച്ചാൽ അത് മനസ്സിലാവുള്ളൂ. എന്നാൽ സഹോദരന്മാരെ, ഒരു മിനിറ്റ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 4 മുതൽ. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. ക്ലിയർ ആയോ? ഏകദേശം ക്ലിയർ ആയി വരുന്നുണ്ടോ? നമ്മളെല്ലാവരും പകലിന്റെ വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. വെളിച്ചത്തിന്റെയും പകലിന്റെയും മക്കൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം നന്മ പ്രവർത്തിക്കുന്നവർ, ഈ ലോകത്തിന് നന്മ മാത്രം പ്രവർത്തിക്കുന്നവർ, പ്രതികാരത്തിന് സമയം വരുമ്പോൾ പ്രതികാരം ചെയ്യാതെ, പ്രതികാരം എന്നുള്ളത് ഇരുട്ടിയാണ്. ആ ഇരുട്ടിന്റെ പ്രവൃത്തിയുടെ മേൽ ജയം പ്രാപിക്കേണ്ടത്, തിന്മയുടെ മേൽ ജയം പ്രാപിക്കേണ്ടത് നന്മയായിരിക്കുന്നത് കൊണ്ട് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാ. നമ്മൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാരാണ്. യേശു കർത്താവിന്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഈ ലോകത്തിന്റെ വെളിച്ചമായി വന്നവന്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത് എന്നതുകൊണ്ട് പ്രതികാരം ചെയ്യുവാൻ അവസരം കിട്ടിയിട്ടും പ്രതികാരം ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് ഇരുട്ടിന്റെ മേൽ അധികാരം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചോട്ടെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ മതി. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്. ഇപ്പൊ ഈ ലോകത്തില് പല രാഷ്ട്രങ്ങളുമുണ്ട്, പല ഭൂഖണ്ഡങ്ങളുമുണ്ട്, പല രാഷ്ട്രങ്ങളുണ്ട്, പല പ്രദേശങ്ങളുമുണ്ട്. അവിടെയൊക്കെയും ദൈവമാണോ വാഴുന്നത്? ദൈവമാണോ ഭരിക്കുന്നത്? അല്ല, മനുഷ്യരാണ് അവിടെ ഭരിക്കുന്നത്. മനുഷ്യർ ഭരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം പലപ്പോഴും നിവർത്തിക്കുവാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. കാരണം അവരിൽ പ്രവർത്തിക്കുന്നത്, ഒരടി അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് 2 കൊടുക്കണം. നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചാക്രമിക്കണം. അത് മറ്റുള്ളവരെ നഷ്ടപ്പെട്ടിട്ടായാലും എത്ര പേര് നശിച്ചിട്ടായാലും വേണ്ടില്ല, അത് ആക്രമിക്കണം. പക്ഷെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ രാജ്യത്വം അതല്ല. തൻ്റെ സ്നേഹസ്വരൂപനായ യേശുവിൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് പ്രതികാരത്തിൻ്റെ സാമ്രാജ്യമല്ല, സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്. ഇരുട്ടിൻ്റെ ആയുധവർഗങ്ങളല്ല നാം ധരിക്കേണ്ടത്, പ്രകാശത്തിൻ്റെ, അതായത് വെളിച്ചത്തിൻ്റെ ആയുധവർഗമാണ് നാം ധരിക്കേണ്ടത്. എന്താണ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം? നാം നേരത്തെ വായിച്ച 1 തെസ്സലോനിക്ക ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം.
ഒന്ന് തെസ്സലോനിക്ക നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. നാം ധരിക്കേണ്ടത് ആയുധങ്ങള്, അതിലൊന്നാണ് സ്നേഹം. സ്നേഹം അത് പ്രതികാരത്തിന് വിരുദ്ധമാണ്, ഇരുട്ടിന് വിരുദ്ധമാണ്, ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് വിരുദ്ധമാണ്. ഈ ലോകത്തിനനുസൃതമായുള്ള ചര്യകളുടെ വിരുദ്ധമായാണ് സ്നേഹം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പറഞ്ഞത്? ഈ ലോകം നിങ്ങൾക്ക് അനുകൂലമല്ല. നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സ്നേഹത്തിനുള്ളവരാണെങ്കിൽ, നന്മ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഈ ലോകം നിങ്ങൾക്ക് തരും. അപ്പോഴൊന്നും മടുത്തു പോകാതെ, എൻ്റെ ദീപത്തെ കത്തിച്ചവൻ, എന്നിൽ ഈ സൽപ്രവൃത്തി ആരംഭിച്ചവൻ, എന്നിൽ ദൈവിക പ്രവൃത്തികൾ ആരംഭിച്ചവൻ അവസാന നാളത്തോളം അത് പൂർത്തിയാക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടാലും ദൈവമായ കർത്താവിൽ അർപ്പിക്കപ്പെട്ടൊരു ജീവിതം, അവന് പ്രസാദകരമായൊരു ജീവിതം ജീവിക്കാൻ നാം തയ്യാറാകണം. സ്തോത്രം. അതുകൊണ്ട് ഇരുട്ടിൻ്റെ ആയുധവർഗങ്ങൾ അടവയ്ക്കുക, വെളിച്ചത്തിൻ്റെ ആയുധവർഗങ്ങൾ നാം ധരിക്കുക. അങ്ങനെ ആ ആയുധവർഗം ധരിച്ചു. ഇപ്പോൾ പല സ്ഥലത്തും അട്ടിമറികൾ നടന്ന് ഭരണം പിടിച്ചെടുക്കുന്നുണ്ട് അല്ലേ? ശ്രീലങ്കയിൽ അല്ലേ അട്ടിമറി നടന്ന് ഭരണം പിടിച്ചെടുത്തത്? ശ്രീലങ്കയിൽ അടുത്ത നാളത്ത് സംഭവിച്ചു ശ്രീലങ്കയില. അങ്ങനെ ഒരു ഭരണം പിടിച്ചെടുക്കാനല്ല പറയുന്നത്. അന്ധകാരത്തിന്റെ മേൽ ഭരണം, ഈ ലോകത്തിന്റെ തിന്മയുടെ മേൽ ഭരണം എന്ന് പറഞ്ഞ അതല്ല. എന്നൊരു അട്ടിമറി നടത്തി ആ രാജ്യങ്ങളെ പിടിച്ച് ഇനിയിപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുവാൻ ഇതേ കുറെ ദൈവമക്കളോട് പോയി ഭരിക്കുക, നടക്കില്ല. നമുക്ക് ധരിക്കേണ്ടതായ ചില വെളിച്ചത്തിന്റെ ആയുധവർഗങ്ങളുണ്ട്. ഏത് ദുഷ്ട സാമ്രാജ്യം ഏത് രാജ്യത്തില് ഭരിച്ചാലും അവരുടെ മധ്യേ നമുക്ക് ജീവന്റെ വെളിച്ചമുള്ളവരായി തീരുവാൻ പറ്റും. വെളിച്ചത്തിന്റെ ആയുധവർഗം നമുക്ക് ധരിക്കാൻ പറ്റും. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിലായാലും, ബന്ധുക്കളുടെ ഇടയിലായാലും, ജോലി സ്ഥലത്തായാലും അവരുടെ ഇടയിൽ വെളിച്ചവുമായി നമുക്ക് നിൽക്കാൻ പറ്റും. ഈ വെളിച്ചമായി നമ്മെ നിൽക്കുവാൻ പ്രാപ്തരാക്കുന്ന, ഈ വെളിച്ചത്തിന്റെ മക്കളായി നമ്മെ ജീവിക്കുവാൻ പ്രാപ്തനാക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ ആത്മാവ്. നാം പാടിയല്ലോ, ആത്മസന്തോഷം കൊണ്ടാണ് ദൈവത്തിന്റെ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി പോകുന്ന സ്ഥലങ്ങളിൽ ഇരുട്ട് മാറിപ്പോകും. ഇരുട്ടിന്റെ ശക്തികൾ ആ വ്യക്തിക്ക് നേരെ നിൽക്കില്ല. തിന്മ കൊണ്ട് എത്ര തന്നെ പടപൊരുതിയാലും ജയിക്കുക ഈ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചവനായിരിക്കും. കാരണം താൽക്കാലികമായി അസത്യവും തിന്മയും ജയിച്ചെന്ന് വന്നാലും ശാശ്വതമായ ജയം സത്യത്തിനും നീതിക്കും എന്നിവയ്ക്ക് കാര്യമുള്ളതാണ്. സ്തോത്രം. നമ്മെ ഭരിക്കുവാനായിട്ട്, ഈ ലോകത്തിന്മേൽ വാഴുവാനായിട്ടാണ് ദൈവം നമ്മെ ഈ ലോകത്തിൽ വെളിച്ചമായി നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായോ? ഭരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഞാൻ വലിയ ആളെന്നുകൊണ്ട് നിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇരുട്ടിന്റെ പ്രവർത്തികൾ ഉള്ളിടത്ത് വെളിച്ചത്തിന്റെ പ്രവർത്തികൾ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കണം. അതൊരു പ്രദർശനമല്ല, സ്വാഭാവികമായി നമ്മിൽ നിന്ന് വരുന്ന ഫലമാണത്. ക്രിസ്തുവിലുള്ളവൻ ഒരു പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർത്തിരിക്കുന്നു എന്നല്ല, അത് പുതിയതായി തീർന്നിരിക്കുന്നു. സ്വാഭാവികമായി നമ്മിൽ നിന്നും വരേണ്ടതാണ് ദൈവിക നന്മകൾ. അതിൽ നാം നമ്മിൽ സൃഷ്ടിക്കുകയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉളവാക്കേണ്ട ഒന്നാണ് നന്മ എന്നത്. ഏത് നന്മ? തിന്മയെ തോൽപ്പിക്കുന്ന നന്മ എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ലോകത്തിൽ ഭൂമിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് വാഴുന്ന സൂര്യനെ പോലെ നമുക്കും ചില പ്രകാശങ്ങളും നമ്മുടെ ഊർജവും ഒക്കെ അനേകർക്ക് കിട്ടാനുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് അത് നമ്മുടെ തെറ്റാണ്. നമ്മുടെ കയ്യിൽ നിന്ന് നാം കടന്നു ചെല്ലുന്നവർക്ക് ഒരു ആശ്വാസവും ഒരു സമാധാനവും ഒരു നന്മയുടെ പ്രകാശവും ഒക്കെ കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ശക്തി പ്രാപിക്കുമ്പോൾ നമ്മിൽ നിന്നും സ്വാഭാവികമായി ഉടലെടുക്കുന്ന ഒന്നാണ് മറ്റുള്ളവർക്കുള്ള ആശ്വാസം, മറ്റുള്ളവർക്കുള്ള സമാധാനം, മറ്റുള്ളവർക്കുള്ള ഒരു ധൈര്യം, മറ്റുള്ളവർക്ക് സൽപ്രവൃത്തികളെക്കുറിച്ചുള്ളൊരു മാതൃക എന്നിവ കാണിച്ചു കൊടുക്കുന്നത് നമ്മിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ ഉളവായി വരേണ്ട ഒന്നാണ് ഈ വക നന്മകൾ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ പാടിയ പാട്ടൊക്കെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ ദൈവിക നിലവാരത്തിലേക്ക് പോകുക. ആ അർത്ഥം വെച്ച് പാടുമ്പോഴാണ് ദൈവിക നിലവാരത്തിലേക്ക് നാം പോകുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പകൽ വാഴേണ്ടതിന് സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പോലെ രാത്രി വാഴേണ്ടതിന്, ഇപ്പോൾ വാഴേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സൂര്യനിൽ നിന്ന് ഒന്നുകൂടി ആവർത്തിക്കുക മനസ്സിലാവാൻ വേണ്ടിയിട്ട്, സൂര്യനിൽ നിന്ന് വെളിച്ചം, ചൂട്, ഊർജം എന്നിവ ലഭിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ചെന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സകലാശ്വാസം ലഭിക്കും, ദൈവത്തിൽ നിന്നുള്ള ജീവൻ ലഭിക്കും. നാം വായി തുറന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ജീവൻ പകരപ്പെടും, ആ വ്യക്തികളിലേക്ക് പകരപ്പെടും. ദൈവിക പ്രതീക്ഷകൾ, നിരാശ മാറി പ്രത്യാശ വരുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരും. എന്തുകൊണ്ടാ? മരണത്തിൻ്റെയും ഇരുളിൻ്റെയും ഇരുന്നവിടെ വെളിച്ചം പ്രകാശിക്കുന്ന വാക്കില്ലേ, അത് മത്തായിലാന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ, മത്തായി എഴുതിയ സുവിശേഷം. മരണത്തിൻ്റെ നിഴലിൽ ഇരുന്നിരുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്നുള്ളത് മത്തായി 4-ാമത്തെ അധ്യായം 12 മുതൽ വായിച്ചാണ്. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറത്ത് വിട്ട് സെബുലൂന്റെയും നാഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്നു പാർത്തു. സെബുലൂൻ ദേശവും നാഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു എന്ന് യെശയ്യാ പ്രവാചകൻ യേശു കർത്താവിനെ കുറിച്ച് അരുൾ ചെയ്ത കാര്യങ്ങൾ നിവർത്തീകരിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. എപ്പോൾ? യേശു പോയി പാർത്ത സ്ഥലങ്ങളിൽ യേശുവിൻ്റെ പ്രവർത്തികൾ കണ്ട്, യേശുവിൻ്റെ ജീവിതം കണ്ട്, യേശുവിൻ്റെ നന്മ കണ്ട് ദൈവിക വെളിച്ചം മരണത്തിൻ്റെ നിഴലിലും ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്കൊരു പ്രകാശമായി തീർന്നു. ദൈവത്തെക്കുറിച്ചുള്ളൊരു അറിവായി തീർന്നു. ദൈവഹിതത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനമായി യേശു മാറി. യേശുവിന് മാറിയെങ്കിൽ യേശു പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികമായി ചെയ്യും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികമായി ചെയ്യുന്ന സംഗതി. ശിഷ്യൻ ഗുരുവിനോളം ആയാൽ മതി എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കർത്താവ് ഒരു സത്യം വെളിപ്പെടുത്തി. എന്താണെന്നറിയോ? വായിച്ചിട്ടില്ലേ യോഹന്നാന്റെ സുവിശേഷം? നോക്കണം എവിടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായമാണോ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആമേൻ ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അയ്യോ, ചെയ്യൂ, നമുക്ക് ചെയ്യാൻ പറ്റും. യേശുവിനേക്കാൾ മികച്ചനായി നിൽക്കാനല്ല പറയുന്നത്, യേശു ചെയ്ത പ്രവൃത്തികൾ നമുക്കും ചെയ്യാൻ സാധിക്കും. എന്താണ്? രോഗസൗഖ്യം കൊടുക്കലോ, അത്ഭുതങ്ങളെ പ്രവൃത്തികളോ, അടയാളങ്ങളെ പ്രവൃത്തികളോ, അതൊക്കെ നടക്കും, നടക്കില്ല എന്ന് പറയില്ല. പക്ഷേ അവൻ ചെയ്ത നന്മ, അവൻ കൊടുത്ത നന്മ, അവൻ കൊടുത്ത സ്നേഹം, അതൊക്കെയും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതൊക്കെയും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു പക്ഷെ അതിലേക്കാൾ ഉപരിയായി 33.5 വർഷേ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചുള്ളൂവെങ്കിലും, പരസ്യമായ ശുശ്രൂഷ 3.5 വർഷമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും, അതിനാളൊക്കെ ആയുസ് നീട്ടി കിട്ടിയവരല്ലേ നമ്മളൊക്കെ. നമ്മളിത് എന്നേ ചെയ്യേണ്ടതായിരുന്നു, ഇത് എന്നേ അറിയേണ്ടതായിരുന്നു.
എന്നൊക്കെ ചിന്തിക്കാറില്ലേ? പണ്ടേ അറിയേണ്ടതായിരുന്നു, കർത്താവേ കൂടുതൽ മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുമായിരുന്നു. ഒരു ദേവദാസൻ 14 വയസ്സിൽ തൊട്ട് തുടങ്ങിയതാ സുവിശേഷ പ്രവൃത്തി. വർഷങ്ങളായി, 50-ലേറെ വർഷങ്ങളായി. എന്നിട്ടും അദ്ദേഹം പറയാ, കുറെ കൂടി മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. അദ്ദേഹം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്ന ആളല്ല. അദ്ദേഹത്താൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ദൈവത്തിൻ്റെ വെളിച്ചം അന്ധകാരത്തിലേക്ക് കടന്ന് മനുഷ്യരെ പ്രകാശിപ്പിക്കുന്ന ജീവന്റെ വചനം കൊടുക്കുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പറയുക, ഞാൻ മുമ്പേ അറിഞ്ഞതെങ്കിൽ കൂടുതൽ അങ്ങേക്ക് വേണ്ടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാമായിരുന്നല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, യേശു ചെയ്തതിലേക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും. വലിയത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ യേശു ചെയ്ത അത്രത്തോളമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഈ ദൈവിക വെളിച്ചം പകരപ്പെട്ടിട്ടും നമുക്ക് ദൈവത്തിനായി ജ്വലിക്കുവാൻ, പ്രകാശം കൊടുക്കുവാൻ, ഊർജം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്തോത്രം. ആ പ്രകാശം ക്രിസ്തു വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഈ ലോകത്തിന്റെ പിതാവിൽ നിന്നുള്ള വെളിച്ചം, പിതാവിൽ നിന്നുള്ള പ്രവർത്തികൾ യേശുവിൽ കൂടിയാണ് മനുഷ്യർക്ക് ലഭിക്കുന്നത്. അങ്ങനെ യേശുവിൽ കൂടി ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മ, യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം. ഇതൊക്കെ ഇറക്കി കയറി വരുന്ന വചനങ്ങളാണ്. നോക്കാം നമുക്ക്. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. യാക്കോബ് 1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും. അത് കേവലം കൃപാവരത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടൊന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് നമുക്കില്ലെങ്കിൽ ദൈവമായി കർത്താവ് നമുക്ക് തരും ദാനായിട്ട്. മറ്റുള്ളവരുടെ കരുണ കാണിക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ലെങ്കിൽ ദൈവമായി കർത്താവ് തരും ദാനമായിട്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം, അപ്പോസ്തലപ്രവൃത്തി 2 പറഞ്ഞ്, എന്നാൽ മതി വായിക്കണ്ട. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം, പരിശുദ്ധാത്മാവിൽ കൊടുക്കപ്പെടുന്ന ദൈവിക ആത്മാവിൻ്റെ സ്വഭാവം എന്ന ദാനം വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നത്. അങ്ങനെ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ലഭിച്ച വെളിച്ചം, ഈ ലോകത്തിന് വെളിച്ച ദൈവം, വെളിച്ചം യേശുക്രിസ്തു എന്ന ആ പുത്രനിലൂടെ ലഭിച്ച വെളിച്ചം ദൈവത്തിൻ്റെ മക്കളിലൂടെ ഈ ലോകത്തിൽ പ്രകാശിക്കണം. അതാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ദൈവത്തിൻ്റെ സഭയിലെ എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ ജ്യോതിസുകളായി ശോഭിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നിലവാരം മാറുവാനായിട്ട് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുക. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതം? കർത്താവ്, ഈ ലോകത്തിൽ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എനിക്ക് എൻ്റേതെന്ന് പറയുവാൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും, കർത്താവ് നിനക്ക് വേണ്ടി പ്രകാശിക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവ് എന്ന് പറഞ്ഞ് ഹൃദയം എളിമപ്പെടുത്തിക്കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ പുകയുന്ന തിരി കെടുത്തി കളയുന്നവനല്ല. അവൻ പുകയുന്ന തിരി കെടുത്തി കളയുന്നവനല്ലേ. എന്നെങ്കിലും എപ്പോഴെങ്കിലും ദൈവം കത്തിച്ച പ്രകാശം കരിന്തിരിയായി കത്തി, എണ്ണ തീർന്ന് കരിന്തിരിയായി കത്തുന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവിനോട് പറ, എൻ്റെ ജീവിതത്തെ ഒന്നുകൂടി കത്തിക്കണമേ. കരിന്തിരികൾ മുറിച്ചു മാറ്റി വിളക്കിൽ എണ്ണ നിറച്ചിടുക. കരിന്തിരികൾ മുറിച്ചു മാറ്റി വിളക്കിൽ എണ്ണ നിറച്ചിടുക. മഹാദൈവമേ, മഹാദൈവമേ, മനസ്സലിഞ്ഞു കൃപ പകരൂ. മഹാദൈവമേ, മഹാദൈവമേ, മനസ്സലിഞ്ഞു കൃപ പകരൂ. മാളിക മുറിയിൽ പകർന്ന പോലെ നീടുക. മാളിക മുറിയിൽ പകർന്ന പോലെ ആത്മാവിൻ ശക്തി പകരാൻ തയ്യാറാ. എത്ര പേര്
എൻ്റെ ജീവിതം കരിന്തിരിയാണ് കർത്താവേ എന്ന് പറഞ്ഞ് എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും കർത്താവിന്? അവൻ ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നതുവരെ തളരാത്തവനാ. നന്മയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട, സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തെ കത്തിക്കുവാൻ, പ്രകാശമാക്കുവാൻ, നമ്മിൽ ധർമ്മം സ്ഥാപിക്കുവാൻ, നമ്മിൽ സൽപ്രവർത്തികൾ നിറയ്ക്കുവാൻ തക്കവണ്ണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവനായ ദൈവം ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നത് വരെ തളരാത്ത ഒരു കർത്താവ്. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്തവൻ, പുകയൊന്ന് തിരിക്കെടുത്താത്തവൻ. അതെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എൻ്റെ ദൈവമേ, സൽപ്രവൃത്തി ചെയ്യുന്നതിൽ, അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ കർത്താവേ. ഞാൻ ഒന്നുമല്ല. നീ തന്ന പല ദാനങ്ങളും ഞാൻ വ്യർത്ഥമാക്കി മാറ്റിയിട്ടുണ്ട്. നിന്റെ കൃപയെ ഞാൻ വ്യർത്ഥമാക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ്, എന്നെ ഒന്നുകൂടി കത്തിക്കണമേ ദൈവമേ. എൻ്റെ ജീവിതം ഒന്ന് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ഒരു പ്രകാശമാക്കി മാറ്റണമേ എന്ന് പറഞ്ഞ് എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറ്റും? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, കാരണം ക്രിസ്തു നിന്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നു. മരിച്ചവനെ, ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്നല്ല, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിൻ്റെ വെളിച്ചം നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് നാം എഴുന്നേൽക്കണം. നീ മരിച്ചവനല്ല, നിന്റെ ജീവിതത്തെ പ്രകാശമായി മാറ്റുവാൻ തക്കവണ്ണം കർത്താവ് തയ്യാറാണ്. നിന്നെ കിടക്കുന്ന കിടപ്പിൽ നിന്നും എഴുന്നേൽക്കണം, നിവർന്നേൽക്കണം കർത്താവിൻ്റെ മുന്നിൽ. എന്നിട്ട് കർത്താവിനോട് പറയണം, എൻ്റെ ദൈവമേ, ഞാൻ എഴുന്നേറ്റു, എന്നെ പ്രകാശിപ്പിക്കണമേ. എഫെസ്യ ലേഖനം എഫെസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു എന്ന് പറഞ്ഞ യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ പൗലോസ് പറയാ, പൗലോസിന്റെ മനസ്സിൽ ഇതാണ്: നീ എഴുന്നേൽക്കണം, നീ മരിച്ചിട്ടില്ല. ചാവാറായി ശേഷിപ്പുകളെ ശക്തീകരിക്കണം. നിന്നിൽ ഇനിയും നന്മ ചെയ്യാനുള്ള ജീവന്റെ തുടിപ്പുകൾ ശേഷിക്കുന്നുണ്ട്. നന്മ ചെയ്യാനുള്ള ഒരു ആഗ്രഹം നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. എന്നിലുള്ള പ്രതികാര ചിന്ത മാറി, തിന്മ മാറി, മറ്റുള്ളവരുള്ള പകയും വിദ്വേഷവും വെറുപ്പൊക്കെ മാറി നല്ലവനായി ജീവിക്കണമെന്നൊരാഗ്രഹം ഹൃദയത്തിന്റെ ഏതോ ഒരു കോണിൽ ഇപ്പോഴും വസിക്കുന്നുണ്ട്. മനസ്സിന്റെ അപ്രവർത്തന മേഖല സെല്ലുകളിൽ ഏതോ ഒരു സെല്ലിൽ ആ ഒരു ശേഷിപ്പ് വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് പറയുക, ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. എവിടെ ശേഷിക്കുന്നുണ്ട്? ആ ശേഷിപ്പിനെ വർദ്ധിപ്പിക്കുവാൻ തക്കോണം പ്രാപ്തനാണ് ദൈവമായ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അതിനെ ജ്വലിപ്പിക്കുവാൻ, ആ ഒരു തീപ്പൊരിയെ കത്തിച്ച് നിന്നൊരു പ്രകാശമാക്കി മാറ്റുവാൻ ദൈവമായ കർത്താവ് തയ്യാറാണെന്ന് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുന്നു. ദൈവം തയ്യാറാ. പ്രകാശിക്കാൻ, നാം വിളക്കായി മാറുവാൻ നാം തയ്യാറുണ്ടോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അഞ്ചാമത്തെ അധ്യായം തന്നെ, എഫെസ്യ ലേഖനം 5-ാമത്തെ അധ്യായം തന്നെ, അതിന്റെ 8 മുതൽ ഒന്ന് വായിച്ചോട്ടെ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെക്കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. ചില സത്യങ്ങൾ വെളിച്ചം പോലെ പുറത്തു വരാനുണ്ട്, ചില തിന്മകൾ വെളിച്ചത്ത് വരാനുണ്ട്. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ചില തിന്മകൾ കർത്താവിന് വെളിച്ചത്ത് കൊണ്ടുവരാനുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ആകസ്മികമായി നമ്മെ പിടിച്ചുലയ്ക്കുമ്പോൾ
നമ്മിൽ നിന്നും ഉതിർന്നു പോകേണ്ടവ, നമ്മിൽ നിന്ന് നീങ്ങിപ്പോകേണ്ട ചില ദൈവത്തിൻ്റെതല്ലാത്ത ഫലം നമ്മുടെ ഉള്ളിലുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, എൻ്റെ ജീവിതത്തിലെ തിന്മയെ പുറത്ത് ചാടിക്കുവാനായിട്ട് എന്തെങ്കിലും ഒരു അവസരം ദൈവം ഒരുക്കുകയാണെങ്കിൽ മറുതരിക്കരുത്. ദൈവത്തിനോട് നന്ദി പറ. ദൈവത്തിനോട് നന്ദി പറയുക. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇന്ന തെറ്റ് രാംദാസേ നിന്നിലുണ്ട് എന്നുള്ളത് ദൈവമായ കർത്താവിന്. അങ്ങനെ അത് ശാസനയാൽ, എന്താ പറഞ്ഞത്, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച്. അത് 13-ാമത്തെ വാക്യം വേറെ ഏതെങ്കിലും തർജ്ജമയെന്ന് വായിക്കാൻ പറ്റുമോ? 13-ാമത്തെ വാക്യം 5-ന്റെ എഫെസ്യ ലേഖനം 5:13. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്, അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്. അല്ല, അവയെ ശാസിക്കുമ്പോഴോ ഒന്ന് അത് വാക്യത്തിൽ കിടക്കുന്നത്. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അല്ല, അത് ക്ലിയർ ആയില്ല. വേറെ പുതിയ തർജ്ജമയെന്നും വായിക്കാൻ പറ്റും. എല്ലാ സംഗതികളും വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ അവയുടെ തനി സ്വഭാവം വ്യക്തമാകും. വ്യക്തമായി വെളിപ്പെടുന്നതെല്ലാം വെളിച്ചമായി തീരുന്നു. അതുകൊണ്ടാണ് ഉറങ്ങുന്നവരെ. മതി ഒന്നുകൂടി വായിക്കാമോ? 13-ാമത്തെ വാക്യം. എല്ലാ സംഗതികളും വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ അവയുടെ തനി സ്വഭാവം വ്യക്തമാകും. എല്ലാ സംഗതികളും, എല്ലാ സ്വഭാവങ്ങളും, എല്ലാ പെരുമാറ്റങ്ങളും നമ്മിൽ നിന്ന് വെളിപ്പെടുമ്പോൾ അറിയാം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നത്, എന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണോ അതാണ് എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഒരു ദുഷ്ടന് നല്ല ഫലം കായ്ക്കാൻ പറ്റില്ല, ഒരു നല്ലവന് ദുഷ്ടന്റെ ഫലം കായ്ക്കാനും പറ്റില്ല. മുള്ളിന് മുന്തിരിയുടെ ഫലത്തെ ഉളവാക്കാൻ സാധിക്കില്ല. തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് ആണ് മനുഷ്യൻ ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ശാസിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ തെറ്റ് തിരുത്തപ്പെടുമ്പോൾ മാത്രമാണ് ഇത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ തെറ്റാണെന്ന് വെളിച്ചത്തിൽ, ദൈവിക വെളിച്ചത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തെറ്റ് തിരുത്തി നന്മയുടെ പ്രകാശത്തിലേക്ക് കടക്കാം. അതിന് താല്പര്യമില്ല. പലപ്പോഴും നമ്മളതിൽ പരാജയപ്പെട്ടു പോകും. ദൈവം നന്മയുടെ വെളിച്ചം നമ്മിലേക്ക് പകർന്നാലും, ശരിയേത് തെറ്റേത് എന്ന് തിരിച്ച് പഠിപ്പിച്ചു തന്നാലും നമ്മുടെ ജീവിതം പിന്നെയും ഇരുട്ടിൻ്റെ പ്രവൃത്തികളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്നോ നാം വെളിച്ചത്തിലേക്ക് വരുവാൻ മടിക്കുന്നത് കൊണ്ടത്രേ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം എടുത്തോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴോട്ടുള്ള ഭാഗം 1:13. അതല്ല 3-ാം അധ്യായം 16 കഴിഞ്ഞ് തന്റെ ഏകജാതനായ, അതല്ല, അത് വായിക്കേണ്ട നമുക്ക്. ദൈവം അവന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നമുക്ക് വായിക്കേണ്ടത് അതന്നെ 19 മുതൽ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കിയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. മനസ്സിലായോ? യേശുവിനെ എന്താ വിശ്വസിക്കാതിരുന്നേ ഈ ലോകം? യേശുവിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ യേശുവിനെ അനുഗമിക്കണം. യേശുവിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ യേശുവിനെ അനുഗമിക്കണം. യേശുവിൻ്റെ സൽപ്രവർത്തികള്, സന്മാർഗങ്ങളെ പിന്തുടരണം.
പക്ഷെ എനിക്ക് ചെയ്യാൻ ഇഷ്ടം അതൊന്നുമല്ല. എനിക്ക് എൻ്റെതായ പ്രവൃത്തികളും ഈ ലോകം എങ്ങനെ പോകുമ്പോൾ അതോടൊപ്പം പോകാനാണ് എനിക്കിഷ്ടം. അപ്പം അതുകൊണ്ട് എനിക്ക് യേശുവിനെ അനുഗമിക്കാൻ പറ്റില്ല. അപ്പം യേശുവിൻ്റെ ആവശ്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല. അതല്ലേ ന്യായവിധി എന്നതോ? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വെളിച്ചം എന്നത് നന്മ, ഇരുൾ എന്നതോ തിന്മ. ഇത് പിന്നെയും പഠിപ്പിക്കുന്ന മനസ്സിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. യേശുവിന് അതുകൊണ്ട് അംഗീകരിക്കാതിരുന്നത്, ഈ ലോകം എന്തുകൊണ്ട് അംഗീകരിക്കാതിരുന്നത്? അവരുടെ പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരും. യേശുവിലേക്ക് നമ്മൾ എന്തോരം പേരോട് ആൾക്കാരുടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കണത്? എത്ര പേരോടൊക്കെ സുവിശേഷം പറയണേ? അവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അവർ മുറുകെ പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വിട്ടുപോരേണ്ടതായിട്ട് വരും. അവരുടെ പാരമ്പര്യങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ബന്ധങ്ങൾ, അവർക്ക് ലോകത്തിലുള്ളവ നഷ്ടപ്പെടുത്തിയിട്ട് യേശുവിനെ അനുഗമിക്കുവാനോ വിശ്വസിക്കുവാനോ അവർ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നിട്ടും അവർ ഇരുളിനെ സ്നേഹിച്ച് ഇരുളിൻ്റെ പുറകെ പോയത് കൊണ്ടാണ് അവർക്ക് ന്യായവിധി വരുന്നത്. നന്മ ഏതാണെന്ന് കാണിച്ചു കൊടുക്കാതെയല്ല, സൽപ്രവർത്തികൾ ഏതാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാതെയല്ല മനുഷ്യൻ ന്യായവിധിയിലേക്ക് പോകുന്നത്. ഇതനുസരിക്കുവാൻ തയ്യാറില്ലാത്തതിൻ്റെ പേരില, അവർക്കുള്ളത് അവർ വിടാത്തതിൻ്റെ പേരിൽ അവർക്ക് ന്യായവിധി വന്ന് ഭവിക്കുന്നത്. അവർക്കുള്ളത് അവർ വിടാൻ തയ്യാറല്ല. അവർ ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ എങ്ങനെ കേമനാകണമെന്നും ഈ ലോകത്തിൽ എങ്ങനെ മിടുക്കനാകണമെന്നും ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിക്കാമോ അതൊക്കെ സമ്പാദിക്കണമെന്നും ഉറച്ച് തീരുമാനിച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്ക് ജീവിക്കുന്നവരാ. അവരെങ്ങനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും? പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, പറഞ്ഞിട്ടും സാധിച്ചില്ലെങ്കിലും നമ്മുടെ സൽപ്രവർത്തികളിലൂടെ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിച്ചില്ലേ? എൻ്റെ അവസാനത്തെ ഭാഗം 5-ാം അധ്യായത്തിൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്. ഇതെങ്ങനെ കാണാ? മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ എങ്ങനെ കാണാ? അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വിളക്ക് കത്തിച്ചിട്ട് ആരെങ്കിലും പറയടയിൽ കൊണ്ടയ്ക്കുവോ? അല്ല, പിന്നെ കത്തിക്കാതിരുന്നാ പോരെ. വിളക്ക് കത്തിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം കിട്ടേണ്ടതിന് വേണ്ടിയിട്ടല്ലേ ഒരു പൊതുസ്ഥലത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു തണ്ടിന്മേൽ വയ്ക്കുന്നത്? അതിന് കണ്ടിട്ടില്ലേ വിളക്ക് കത്തിച്ചത്? അങ്ങനെ കത്തിച്ച് വിളക്കിന് പ്രകാശം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അത് അസാധ്യമാണ്. മലമേൽ പണിത പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല, അത് വെളിപ്പെട്ടതാണ്. നമ്മിലുള്ള വെളിച്ചം, ദീപം നമ്മുടെ കത്തിയിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചത്തെ നമുക്ക് പോലും മറയ്ക്കാൻ പറ്റില്ല. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കും. അതാർക്കും അടയ്ക്കാൻ സാധ്യമല്ല. അതൊരു സംഭവത്തിനും തടയാൻ സാധ്യമല്ല. ജീവിതത്തെ നമ്മെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവത്തിനും ആ വെളിച്ചത്തെ തടയുവാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, മലമേൽ പണിത പട്ടണം മറഞ്ഞിരിക്കുന്നത് അസാധ്യം. തണ്ടിന്മേൽ വെച്ച വിളക്ക് പറയിൽ കീഴിൽ പോകേണ്ടതല്ല, അത് പൊതുസ്ഥലത്തിരുന്ന് തണ്ടിന്മേലിരുന്ന് വെളിച്ചം കൊടുക്കേണ്ടത്. ഈ ഒരു സ്ഥിതിയിലേക്കാണ് കർത്താവ് നമ്മെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി, വെളിച്ചത്തിലാക്കി, വെളിച്ചത്തിൻ്റെ മക്കളെന്നും പകലിൻ്റെ മക്കളെന്നും നമുക്ക് പേർ തന്ന് വെളിച്ചത്തിൻ്റെ സർവായുധവർഗം ധരിക്കുവാനായിട്ട് നമ്മെ നിർത്തിയിരിക്കുന്ന ഈ ഒരൊറ്റ ലക്ഷ്യത്തിലാണെന്ന് പറയാ പരിശുദ്ധാത്മാവ്. മനസ്സിലാക്കിയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ ഒരു വചനം വായിച്ചില്ല, അത് കോട്ട് ചെയ്ത കാര്യം പറഞ്ഞു. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം. അധ്യായം 1-ാമത്തെ വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. എന്ന് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യം, ഈ ലോകത്തിൽ വെളിച്ചമായി വന്നവൻ ഈ ലോകത്തിൽ പ്രകാശിച്ചു. അവൻ നിർത്തിയിരുന്ന ചിലര്
കത്തിച്ചിരുന്ന ചില ദീപങ്ങൾ ലോകത്തെ പ്രകാശിപ്പിച്ചു. എന്താ പറഞ്ഞത്? എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇനി ആ പ്രകാശം കൊടുക്കാൻ തയ്യാറാവുക. അവൻ നിന്റെ ദീപത്തെ കത്തിക്കുവാൻ തയ്യാറാ. അവൻ നിന്റെ ആത്മാവിനെ കത്തിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ തയ്യാറാ. എഴുന്നേറ്റൊന്ന് തയ്യാറായി നിന്ന് കൊടുക്കുക. എഴുന്നേറ്റു പ്രകാശിക്ക, എഴുന്നേറ്റു പ്രകാശിക്ക, ദിവ്യപ്രകാശം ഇപ്പോൾ വന്നിരിക്കുന്നു, ദിവ്യ തേജസ്സും ഇപ്പോൾ വന്നിരിക്കുന്നു. നിന്റെ യഹോവ നിനക്ക് നിത്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് ദിവ്യ തേജസ്, നിന്റെ യഹോവ നിനക്ക്, നിന്റെ ദൈവം നിനക്ക് ദിവ്യ തേജസ്. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല, ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല. അസ്തമിക്കരുത്. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും എന്നതുപോലെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ വാഴേണ്ടതിന് തിന്മയ്ക്ക് പകരം തിന്മ ഉപയോഗിച്ചുകൊണ്ടല്ല, നന്മയെ തോൽപ്പിക്കുവാൻ, തിന്മയെ തോൽപ്പിക്കുവാൻ നന്മയുടെ ആയുധങ്ങളുമായി, സ്നേഹമെന്ന കവചവുമായി എഴുന്നേൽക്കുക. ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്വം അർത്ഥപൂർണമായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.